മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ വർഷം വരാൻ പോകുന്ന പ്രധാനപ്പെട്ട PSCയുടെ ഭാഗത്തു നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ആണ്. ഒന്ന് ബിവറേജ് എൽഡി, 2 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, 3 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പിന്നെ 4 ഫോഴ്സിലെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ്. അത് കഴിഞ്ഞ് രാജാവായിട്ട് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. എന്താണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രത്യേകത? ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസിൽ നിന്ന് എങ്ങനെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വേറിട്ട് നിൽക്കുന്നു? ഒറ്റ സാധനം കാണിച്ചുകൊണ്ട് അതിന്റെ ഉത്തരം പറയാം. ഈ കാണുന്ന നമ്പർ ഓഫ് അഡ്വൈസ് ആണ്. അതായത് ഈ കാണുന്ന നിയമനങ്ങൾ നോക്കുക, ഇതിന് മുമ്പ് വന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലെ നിയമനങ്ങളാണ്. ഗ്രേഡ് 1 മാത്രം നിയമനങ്ങളാണ്. ഗ്രേഡ് 2 ഇനി പറയാനുണ്ട്. എത്രയാണ് ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 3883 അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ PSC നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനം നടക്കുന്ന നോട്ടിഫിക്കേഷൻ. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കുകയാണ്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനകത്ത് എത്ര അഡ്വൈസ് പോകും? ഒരു 700, 750 അത്രയിലേ പോകത്തുള്ളൂ. അതിന്റെ ഏതാണ്ട് 5 ഇരട്ടി അല്ലെങ്കിൽ 6 ഇരട്ടി നിയമനങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിനകത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. സോ അതിനൊരു അവസരമായിട്ട് ഇപ്പോ ഈ വർഷം അവസാനം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അതായത് 2025 ഈ വർഷം നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ നമുക്ക് എന്ത് ചെയ്യാം? നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2026 ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ അതിന്റെ പ്രിലിംസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അതിന്റെ മെയിൻസ് എക്സാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം, ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഈ എക്സാമിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രത്യേകത? അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പൂർണ്ണമായിട്ടും ഒരു സർക്കാർ ജോലി അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ KSFE ആയിക്കോട്ടെ, KSEB ആയിക്കോട്ടെ, KSRTC ആയിക്കോട്ടെ, ഇതേപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ്, ഇതാണ് ജോലി വരുന്നത്. പല ഗ്രേഡ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 നോക്കുകയാണെങ്കിൽ നോക്കുക, ഇതിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ലാഭമൊക്കെ കൂടുതൽ കിട്ടുന്ന KSFE ആയിക്കോട്ടെ, KSEB ആയിക്കോട്ടെ, അപ്പൊ അതുപോലെ തന്നെ കെൽട്രോൺ ആയിക്കോട്ടെ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ആയിക്കോട്ടെ, ഇതേപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി, ഇതാണ് ഗ്രേഡ് 1 ആയിട്ട് വരുന്നത്. ഇനി ഗ്രേഡ് 2 ആണെങ്കിൽ KSRTC അതേപോലുള്ള സ്ഥലത്ത് അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി. ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്? വരാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി. എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്? ഏജ് ലിമിറ്റ് വരുന്നത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവിടെ 36 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OBC ആണെങ്കിൽ, നിങ്ങൾ OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ SC/ST ആണെങ്കിൽ 41 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സോ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി. ഏജ് ലിമിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. ഈ വർഷം അവസാനം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. നോർമലി ഇതിന് മുമ്പുള്ള പരീക്ഷകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഒരു പ്രിലിംസ് ഉണ്ട്, അത് കഴിഞ്ഞൊരു മെയിൻസ് ഉണ്ട്. ഇപ്പോഴും മാറാൻ ചാൻസ് ഇല്ല, സിലബസ് മാറാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നിയമനം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സിലബസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്പെഷ്യൽ ടോപ്പിക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് കഴിഞ്ഞ സിലബസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മെയിൻസിൽ സിലബസ് മാറുകയാണെങ്കിൽ പേപ്പർ 2 ചെറിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്ത് ചെയ്യാം? നമുക്ക് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. സോ നമ്മുടെ മുമ്പിൽ വരുന്ന സുവർണാവസരം ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മിസ്സാക്കരുത്. ഇതിന് മുമ്പുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയേ, കാറ്റഗറി നമ്പർ 26/2022. അപ്പോ ഈ പരീക്ഷ 2022 ഇതിന് മുമ്പുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. 3 വർഷത്തിന് ശേഷം വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2022 ഫെബ്രുവരി മാസത്തിലാണ്. അതിന്റെ എക്സാം 2023 കഴിഞ്ഞു. അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ്? അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 13/3/2024 അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. 13/3/2024. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. അതായത് 12/3/2027 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോഴും വരണം? 2027 മാർച്ച് മാസത്തിൽ വരണം. അങ്ങനെയാണെങ്കിൽ 2026 ഏപ്രിൽ മാസത്തിൽ നമുക്ക് അതിന്റെ പ്രിലിംസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ 2026 ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മെയിൻസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോ വരും? 13/3/2027 പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും? വരും. ഓക്കെ, നോക്കാം. നിലവിലെ പരീക്ഷ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വന്നത്? 13/3/2024 ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നോക്കിയേ മക്കളെ, ഒരു വർഷം കൊണ്ട്, 1 വർഷവും 2 മാസവും കൊണ്ട് എത്ര അഡ്വൈസ് പോയായിരുന്നു? 1353 അഡ്വൈസ് ആണ്
ആകെ പോയേക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ഒരു വർഷം 2 മാസം കൊണ്ട് 1353 അഡ്വൈസ് ഗ്രേഡ് 1 മാത്രം പോയി. അത് കഴിഞ്ഞ് ഗ്രേഡ് 2 നോക്കുകയാണെങ്കിലോ ഏതാണ്ട് 691 അഡ്വൈസ് ആണ് ഗ്രേഡ് 2 പോയത്. എന്ന് വെച്ചാൽ കമ്പനി ബോർഡ് ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട് ഒരു വർഷം കൊണ്ട് 2000-ലധികം അഡ്വൈസ് എന്ത് ചെയ്തു, ഇതാ പോയേക്കാണ്. ഏറ്റവും മികച്ച അവസരം, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പൊ എന്ത് ചെയ്തേക്കുന്നത്, ഇതാ വന്നേക്കുന്നത്. കാരണം ഇത്രയും നിയമനം നടക്കുന്ന മറ്റൊരു ഡിഗ്രി ലെവൽ എക്സാം ഇല്ല. ഓക്കെ, അപ്പോ ഈ ഒരു അവസരം ദാ വരാൻ പോകുന്നു. ഇനി മാത്രമല്ല, ഇതിന്റെ കൂടെ നിങ്ങൾ ഈ എക്സാമിന് പഠിക്കുമ്പോൾ ബാക്കിയുള്ള എക്സാംസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇപ്പൊ ഈ വർഷം വരാൻ പോകുന്ന ബാക്കിയുള്ള എക്സാംസ്? 1 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, 2 ബിവറേജ് LD, അത് കഴിഞ്ഞ് 3 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പിന്നെ അത് കഴിഞ്ഞ് കമ്പനി ബോർഡ് LGS. ഇതെല്ലാം തന്നെ ഈ വർഷം വരാൻ പോകുന്ന ബാക്കിയുള്ള പരീക്ഷകളാണ്. പക്ഷേ നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഹയർ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കിയുള്ള എക്സാംസ് ഒക്കെ ഒരു ബോണസ് പോലെ നിങ്ങൾ കണ്ടാൽ മതി. കാര്യം ബാക്കിയുള്ള എക്സാംസ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിയമനമൊക്കെ എന്താണ്, ശോക അവസ്ഥയാണ്. സോ ഫോക്കസ് ചെയ്യുമ്പോൾ ഏതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ സിലബസ് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളത് വിട്ടേക്കാം, നിയമനം കുറേ നമുക്ക് പിന്നെ നോക്കാം. സോ ഫോക്കസ് ചെയ്യുക, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണിത്. ഇനി അടുത്ത് എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് ഏതാണ്ട് ഒരു 11 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, അടുത്ത എക്സാമിനായിട്ട് ഒരു 11 മാസം നമ്മുടെ മുമ്പിലുണ്ട്. ഈ 11 മാസത്തേക്ക് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏറ്റവും പുതിയ ഒരു സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സൂപ്പർ നോട്ട്സിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്താണ്, സൂപ്പർ നോട്ട്സിന്റെ ക്ലാസിന്റെ ക്വാളിറ്റി എന്താണ്, സൂപ്പർ നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാം അല്ലെ? അതായത് നോട്ട്സിന്റെയും ക്വസ്റ്റ്യൻസിന്റെയും ക്വാളിറ്റി അറിയാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് 50 ടോപ്പിക്സ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കുക, അത്രയും നല്ല നോട്ട്സും അത്രയും നല്ല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരു സ്ഥലത്തൊന്നും എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. 100% ഉറപ്പാണ്. എന്ന് വെച്ചാൽ NCERT ഫുൾ കവർ ചെയ്തുകൊണ്ടുള്ള നോട്ട്സും ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സും നോട്ട്സും ക്വസ്റ്റ്യൻസും എല്ലാം ആ തരത്തിലാണ് വരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ സൂപ്പർ നോട്ട്സിനെ ചൂസ് ചെയ്യണം? 1, നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണ്, അവരുടെ ക്ലാസിന്റെ റേഞ്ച് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2, നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നോട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് പ്രിന്റ് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അത് കഴിഞ്ഞ് 3ാമതായിട്ട് നിങ്ങൾക്ക് നമ്മൾ എന്ത് തരുന്നുണ്ട്, എല്ലാ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻസ്. ഒരു ഫാക്കൽറ്റി ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുന്നത്? 1, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും, ഫാക്കൽറ്റി തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് AI കൊടുത്തുകൊണ്ട് AI ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ തരും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ട്സും ക്വസ്റ്റ്യൻസും തരാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ്, ഒരു പ്രോപ്പർ മെന്റർഷിപ്പ്. എന്ന് വെച്ചാൽ പ്രോപ്പർ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാത്ത അങ്ങനെ ഒരു മെന്റർഷിപ്പ് അല്ല. മറിച്ച് എന്താണ്, ഒരു ബാച്ചില് മെന്റർ രാവിലെ മക്കളെ നിങ്ങൾ ഇന്നതാണ് ഇന്ന് പഠിക്കേണ്ടത്, ഇന്ന് ഇങ്ങനെയൊക്കെ പോകണം, അടിപൊളിയായിട്ട് ദിവസമായിരിക്കട്ടെ, ആ തരത്തില് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ തരത്തിലുള്ള ഒരു മെന്റർഷിപ്പ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും മെന്റേഴ്സ് അടക്കമുള്ളവരെല്ലാം നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. ഒരു പ്രോപ്പർ റെസ്പോൺസ്, നിങ്ങളുടെ ഓരോ വാക്കിനും തിരിച്ചൊരു മറുപടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ ഓരോ കൺസേണും നമ്മൾ എന്ത് ചെയ്തിരിക്കും, നമ്മൾ അഡ്രസ് ചെയ്തിരിക്കും. അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ്, ഏറ്റവും മികച്ച നോട്ട്സ്, ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ട് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഒരു ഇൻട്രോഡക്ടറി ഓഫർ ഒക്കെ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് എൻക്വയറി നടത്തണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻക്വയറി നടത്താം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല ഈ എക്സാം എന്താണെന്ന് അറിഞ്ഞ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നത്, എന്താണ് എക്സാമിന്റെ പ്രത്യേകത, എങ്ങനെയാണ് നമ്മുടെ മെന്റർഷിപ്പ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇതിന് താഴെ, ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഉറപ്പായിട്ട് നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് എക്സാമിനെ കുറിച്ചൊരു പ്രോപ്പർ അവയർനെസ്സും ബാക്കിയെല്ലാം തന്ന് നിങ്ങളെ ഗൈഡ് ചെയ്ത് എന്ത് ചെയ്യും, അവരെ കൊണ്ടുപോകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 2027 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർവീസിൽ കയറാം. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ആ തരത്തിലാണ് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തോണെങ്കിലോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ടാഗ് ലൈൻ തന്നെ ഇതാണ്, മനുഷ്യ സാധ്യമായതെല്ലാം നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം.
താങ്ക് യു ഓൾ. ബൈ.